ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയതാ സത്യമ്മ. വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. അവർ ചില സംശയങ്ങൾ പറഞ്ഞു. അല്ല, ശാരദാമ്മ എന്തെങ്കിലും കഴിച്ചോ? എനിക്കൊന്നും ഇറങ്ങില്ല സത്യാമ്മേ. വിഷ്ണു ഈ ഭൂമിയിൽ നമ്മോടൊപ്പം ഇനി ഉണ്ടാവില്ലെന്ന് ഞാൻ എങ്ങനെയാ സത്യാമ്മയോട് പറയുന്നത്? ഞാനിങ്ങനെ നിൽക്കുന്നെങ്കിലും മനസ്സിവിടെ എങ്ങുമല്ല. അഭിനയിക്കുക, സത്യാമ്മയുടെ മുന്നിൽ ശരിക്കും അഭിനയിക്കുക. ശാരദാമ്മേ, ശാരദാമ്മേ, ശാരദാമ്മ ഇവിടെയെങ്ങും അല്ലെന്ന് തോന്നുന്നു. വാ, നമുക്ക് കഴിക്കണ്ടേ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. ആരോ വന്നല്ലോ. സത്യമ്മ നോക്ക്, ഞാൻ ആഹാരം എടുത്ത് വെക്കാം. ആരാ മനസ്സിലായില്ല? എന്റെ പേര് പ്രകാശ് എന്നാ. എനിക്ക് ചേച്ചിയെ അല്ല കളക്ടർ ഒന്ന് കാണണം. ഇവിടെ ഇല്ലല്ലോ. മറ്റെന്തോ ആവശ്യത്തിനായി പുറത്തു പോയിരിക്കുവാ. എന്തായാലും ഇപ്പൊ വരാറായിട്ടുണ്ട്. കളക്ടറേറ്റിൽ പോകുന്ന നേരമായല്ലോ. മോൻ എന്തായാലും കേറിയിരിക്കെ. അല്ല വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. എന്നാ ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട, ഞാനിപ്പോ കുടിച്ചേ ഉള്ളൂ. എന്നാ ഇരിക്കെ. ദേ വന്നല്ലോ. ചേച്ചി, നീ എന്താ ഇവിടെ? എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയണമായിരുന്നു. ഞാനൊരല്പം ടയേർഡായിട്ടാ വന്നിരിക്കുന്നത്. നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പോയിട്ട് വാ. ചേച്ചി, ഒരു അർജന്റ് കാര്യമായിരുന്നു. അത് പിന്നെ ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചന്ദ്ര. ചേച്ചിയെ ഞാൻ ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ട്. നീ കാര്യം പറ പ്രകാശ്. ചേച്ചി, ചന്ദ്രയ്ക്ക് ഇപ്പോൾ അവളുടെ വീട്ടുകാർ വേറെ വിവാഹം ആലോചിക്കുക. പക്ഷെ ചന്ദ്ര എന്നെ മാത്രമേ കെട്ടൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഞാൻ അവളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവള് സൂയിസൈഡ് ചെയ്യുമെന്നാ പറയുന്നേ. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് ചേച്ചി. എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടുത്തവും ഇല്ല. അപ്പൊ അവളുടെ താല്പര്യമാണ്, നിനക്ക് അവളെ കൂടെ കൂട്ടണമെന്നില്ല. അല്ല ചേച്ചി, ഞാൻ പ്രകാശേ, ഞാൻ നിനക്ക് വേണ്ടി പണം മുടക്കിയത് നീ പഠിച്ച് നല്ല നിലയിൽ എത്താനാ. നിനക്കിനിയും നിന്റെ കരിയറിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഈ സമയത്ത് പ്രേമം കല്യാണം എന്നൊക്കെ പറഞ്ഞു നടന്ന് ഒരിടത്തും എത്താൻ പറ്റില്ല. അറിയാലോ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത നിനക്ക് പഠിത്തം മാത്രമാണ് ഏക മൂലധനം. അതുകൂടി നിനക്കില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കുന്ന ഈ പറയുന്നത്? അതുകൊണ്ട് നീ പഠിക്കാൻ നോക്ക്. അത് കഴിഞ്ഞു മതി പെണ്ണിനെയും പെടക്കോഴി അന്വേഷിച്ചുള്ള നടപ്പൊക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോന്ന്? മനസ്സിലായി. എന്നാ പൊയ്ക്കോ. ഇനി മേലിതും പറഞ്ഞു വന്നേക്കരുത്. പഠിത്ത കാര്യം പറയാനല്ലാതെ മറ്റൊരു കാര്യത്തിനും എന്നെ കാണാൻ വരുവാൻ വേണ്ട. ചേച്ചി, പൊയ്ക്കോ. അല്ല, എന്താ മോളെ അവന്റെ പ്രശ്നം? ഒന്നുമില്ല സത്യമ്മ.
അല്ല മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? മോളെ, മോൾ ഇത്ര രാവിലെ എവിടെ പോയതാ? അത് ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയതാ സത്യമ്മ. വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. അവർ ചില സംശയങ്ങൾ പറഞ്ഞു. അത് ക്ലിയർ ചെയ്യാൻ പോയതാ. നമുക്ക് കാത്തിരിക്കാന്നേ. അവൻ കറങ്ങി തിരിഞ്ഞിങ്ങ് വരും. ഇവൾക്കിത് എന്തു പറ്റി? ആകെ വിഷമിച്ചാണല്ലോ വന്നിരിക്കുന്നത്. വിഷ്ണുട്ടാ, നിങ്ങൾക്ക് കൂട്ടായിട്ട് എന്നും ഞാനുണ്ടാവും. ചതിച്ചില്ല, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ചതിച്ച് പോയല്ലേ. ശാലിനി പിള്ളേരും സന്തോഷായിട്ടിരിക്കാൻ വേണ്ടി ഇല്ല രഹസ്യമാക്കി വെച്ചു അല്ലേ? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത്? എന്നോട് ഒരു വാക്ക് പറയായിരുന്നല്ലേ? എവിടെയാന്ന് വെച്ച ഞാനും കൂടി വരുമായിരുന്നില്ല. ഞാനും ഒപ്പം നിൽക്കില്ലായിരുന്നോ? സങ്കടം ഉണ്ടാവുമായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ പ്രാണനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവായിരുന്നില്ലേ? അയ്യോ അയ്യോ ഈശ്വര, അമ്മ.